നിലമ്പൂർ ഏറ്റുമുട്ടൽ കൊലപാതകത്തിൽ പോലീസിനെതിരെ വീണ്ടും സിപിഐ. കേന്ദ്ര ഫണ്ടിന് വേണ്ടി പോലീസ് ജനങ്ങളെ വെടിവെച്ചു കൊല്ലുന്നുവെന്ന് കാനം രാജേന്ദ്രൻ. പോലീസ് ഏറ്റുമുട്ടൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടല്ലെന്ന് ജി സുധാകരൻ. മാവോയിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകളല്ലെന്ന് എം മണി. മാജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് സർക്കാർ ഉത്തരവ്. മലപ്പുറം കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ 8 RSS BJP പ്രവർത്തകർ അറസ്റ്റിൽ. അറസ്റ്റിലായവർ ഗൂഢാലോചന നടത്തിയവരും കൊലപാതകത്തിന് സഹായം നൽകിയവരുമെന്ന് പോലീസ്. പിടിയിലായവരിൽ ഫൈസലിന്റെ സഹോദരി ഭർത്താവും. മൂലമറ്റത്തെ ജനറേറ്റർ തകരാറ് മൂലം ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ലെന്ന് മന്ത്രി എം മണി. വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയാലും പ്രശ്നം പരിഹരിക്കും. ജനറേറ്റർ തകരാർ 2 ആഴ്ചയ്ക്കകം പരിഹരിക്കുമെന്നും വൈദ്യുതി മന്ത്രി. നിലമ്പൂർ വനത്തിൽ മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സർക്കാരിനെതിരെയുള്ള നിലപാട് CPI കടുപ്പിക്കുകയാണ്. പോലീസിന്റെ പ്രേതം ഭരിക്കുന്നവരുടെ ദേഹത്ത് കയറരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇന്ന് പറഞ്ഞു. വിവാദം രൂക്ഷമാകുന്നതിനിടെയും CPM നേതൃത്വം മൗനവും തുടരുകയാണ്. ഏറ്റുമുട്ടൽ നടന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ. ഏറ്റുമുട്ടൽ കൊലപാതകത്തിനെതിരെയുള്ള നിലപാട് ഓരോ ദിവസം ചെല്ലുന്തോറും കടുപ്പിക്കുകയാണ് CPI. കേന്ദ്ര ഫണ്ടിന് വേണ്ടി ജനങ്ങളെ വെടിവെച്ച് കൊല്ലുകയാണെന്ന ഗുരുതരമായ ആരോപണമാണ് കാനം രാജേന്ദ്രൻ ഉന്നയിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ഫണ്ടിന് വേണ്ടി ജനങ്ങളെ വെടിവെച്ച് കൊല്ലാൻ പറ്റില്ലല്ലോ. വേണേൽ കഥയുണ്ടാക്കിക്കോ. ഇവിടെ അവരിപ്പോൾ ഭരണകൂടം അട്ടിമറിക്കാൻ പോവാണ് എന്നൊക്കെ കഥയുണ്ടാക്കി. സംഭവം നടന്ന് 3 ദിവസം കഴിയുമ്പോഴും CPM നേതൃത്വം ഒരു നിലപാടും പറഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് നേതാക്കൾ പറയുന്നത്. ഏറ്റുമുട്ടൽ നടക്കുമെന്ന കാര്യം മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരുന്നുവെന്ന സൂചനകളാണ് ജി സുധാകരന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് പോലീസാണ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ അനുവാദം ചോദിച്ചിട്ടല്ലോ, അത് പോലീസാണ്. മാവോയിസ്റ്റുകളെ കമ്മ്യൂണിസ്റ്റുകളായി കാണാൻ കഴിയില്ലെന്ന നിലപാടാണ് മന്ത്രി എം മണിയുടേത്. തോക്കുകൊണ്ട് നിയമം നിരപരാധികളെ കൊല്ലുകയും എന്നിട്ട് പണം പിരിക്കുകയും ചെയ്യുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റാണെന്നും പറഞ്ഞ് നമ്മൾ ചുവന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ദേശീയ തലത്തിൽ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കുന്ന CPM നേതൃത്വം ഇപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് വിമർശന വിധേയമാകുന്നുണ്ട്. 1970-ൽ നക്സൽ വർഗീസ് പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടപ്പോൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വന്ന ചരിത്രം CPMനുണ്ടെന്ന കാര്യം വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. മീഡിയ 1 തിരുവനന്തപുരം. മാവോയിസ്റ്റുകളുടെ കാര്യത്തിൽ രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ നിലപാട് തന്നെയാണോ സംസ്ഥാന സർക്കാരിനും? എന്തുകൊണ്ടാണ് CPI ഇത്ര ശക്തമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്? എന്താണ് ഇതിന് പിന്നിലെ അന്തർനാടകം? സ്പെഷ്യൽ എഡിഷൻ ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയങ്ങളാണ്. എന്നോടൊപ്പം ഉള്ളത് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീ TJ ആഞ്ചലോസ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആലപ്പുഴ ബ്യൂറോയിലുണ്ട്. ഒപ്പം തന്നെ CPIMനെ പ്രതിനിധീകരിച്ച് ശ്രീ P കൃഷ്ണപ്രസാദ് ഡൽഹി ബ്യൂറോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. മനുഷ്യാവകാശ പ്രവർത്തകൻ PUCL സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് PA പൗരൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അദ്ദേഹം മലപ്പുറം ബ്യൂറോയിൽ ഏതാണ്ട് 10 മിനിറ്റിനകം എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീ A വാസു എന്നോടൊപ്പം ന്യൂസ് ഫ്ലോറിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാനോടൊപ്പം തന്നെ നിലമ്പൂരിലെ CPM MLA PV അൻവർ ആ ടെലിഫോൺ ലൈനിലും ഉണ്ടാകും ഈ ചർച്ചയിൽ. ശ്രീ TJ ആഞ്ചലോസ്, 3 ദിവസം കഴിഞ്ഞു നിലമ്പൂരിൽ മാവോയിസ്റ്റ് വേട്ട നടന്നിട്ട്. തുടക്കത്തിലൊരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി തൃശ്ശൂരിൽ. അദ്ദേഹം പറഞ്ഞു, പോലീസുകാർക്ക് നേരെ ഇതിനു മുൻപും നിലമ്പൂർ മേഖലയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പുതിയ സംഭവം എന്താണ്, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ, അതിനുശേഷം പ്രതികരിക്കാം. 3 ദിവസം കഴിഞ്ഞു, ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ 2 അന്വേഷണങ്ങൾ വെവ്വേറെ നടക്കുകയാണ്. ഒന്ന് ക്രൈംബ്രാഞ്ച്, മറ്റൊന്ന് മജിസ്റ്റീരിയൽ തലത്തിൽ. അപ്പോഴും CPIക്ക് സംശയങ്ങൾ മാറുന്നില്ല. CPIയുടെ നിലപാട് ഇത് ആസൂത്രിതമായി നടന്ന ഒരു കൊലപാതകമാണ്, ഇത് കേന്ദ്ര ഫണ്ട് തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്, പോലീസുകാരുടെ പ്രേതം ഭരണാധികാരികൾക്ക് ശരീരത്തിൽ ആവാഹിക്കപ്പെടാൻ പാടില്ല. കാനം രാജേന്ദ്രൻ പറഞ്ഞതാണ്. എന്താണ് ഇക്കാര്യത്തിൽ CPI സംശയിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതൊരു ആസൂത്രിത കൊലപാതകമാണ് എന്ന നിലപാടിൽ നിങ്ങൾ എത്തുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ സർക്കാരിനെ ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ നിങ്ങൾ സംശയിക്കുന്നത്? നിലമ്പൂർ കൊലപാതകങ്ങൾ ഉണ്ടായ ദിവസം തന്നെ സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. പുതിയ നിലപാടല്ല, ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രമേയത്തിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്ന കാര്യങ്ങളാണ്. ഇത്തരം പ്രവർത്തനം നടത്തുന്ന ആളുകളുടെ ലക്ഷ്യം അവർ ഉദ്ദേശിക്കുന്ന പോലെ ശരിയാകാം, പക്ഷെ മാർഗം ഒരിക്കലും ശരിയല്ല. ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ
പോലീസിൻ്റെയും മാവോയിസ്റ്റുകളുടെയും ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടി അവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏതെല്ലാം തരത്തിലുള്ള വിഷയങ്ങളുണ്ടായാലും ഇവരെല്ലാം പൊതുധാരയിലേക്ക് വരേണ്ടതാണ് എന്നുള്ള ഉറച്ച അഭിപ്രായമാണ്. ആയുധം ഏന്തിക്കൊണ്ടുള്ള ഒരു മാർഗം, അത്തരം മാർഗങ്ങൾ ലോകത്ത് പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സ്വീകരിക്കുന്നുണ്ട്, പാർലമെൻ്ററി രീതി സ്വീകരിക്കുന്നുണ്ട്. അതെല്ലാം വ്യത്യസ്തമായി ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സ്വീകരിക്കുന്നതാണ്. പക്ഷേ പൊതുധാരയിലേക്ക് അവർ കടന്നു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവരെ പിന്തുണയ്ക്കുന്ന നല്ല ജനവിഭാഗങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. 52 ജില്ലകളിൽ വ്യാപിച്ചു നിൽക്കുകയാണ്. ജനപിന്തുണയില്ലാതെ അത്തരം പ്രസ്ഥാനങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ നവലിബറൽ നയങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വൻതോതിൽ പ്രകൃതി സമ്പത്ത് ചൂഷണം ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളടക്കം നടത്തുമ്പോൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അവരെല്ലാം പൊതുധാരയിലേക്ക്. ഇപ്പോൾ ഇവിടെ കൊലപാതകം നടന്ന മാത്രമല്ലല്ലോ, ഇതിനു മുമ്പ് മാവോയിസ്റ്റുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥിതി ഉണ്ടായില്ലേ? ശ്രീ ടി ജെ ആഞ്ചലോസ്, അവർ പൊതുധാരയിലേക്ക് വരണം, പൊതുരാഷ്ട്രീയത്തിലേക്ക് വരണം, ഇത് സാമൂഹിക പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരണം എന്നതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ശരി. പക്ഷേ നിലമ്പൂരിൽ 2 മാവോവാദികൾ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ഇപ്പോഴുണ്ടായിട്ടുള്ള അഭ്യൂഹങ്ങൾ, ഇപ്പോൾ നിലനിൽക്കുന്ന സംശയങ്ങൾ, ഇതിന് പിന്നിൽ ഇതൊരു മാവോയിസ്റ്റ് വേട്ടയല്ല, ഇത് ആസൂത്രിതമായ ഒരു ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകമായിരുന്നു എന്ന നിലയ്ക്കുള്ള കാര്യങ്ങളുടെ പോക്ക്, പോലീസിന് കൃത്യമായ വിശദീകരണം നൽകി കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ശ്രീ ടി ജെ ആഞ്ചലോസ്, താങ്കളുടെ പാർട്ടി നേതാവ്, ഇക്കാര്യത്തിൽ ഭരണകർത്താക്കളുടെ ശരീരത്തിലേക്ക് പോലീസുകാരുടെ പ്രേതം ആവേശിക്കരുത് എന്ന് പറഞ്ഞത്. എന്താണ് നിങ്ങൾ ഇക്കാര്യത്തിൽ സംശയിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് സർക്കാരിൽ ഉള്ള സംശയം? ഇല്ല, ആദ്യ ദിവസം തന്നെ നിലപാട് വളരെ പരസ്യമായി ഞങ്ങൾ പറഞ്ഞു. കാരണം എന്താണ്? വ്യാജ ഏറ്റുമുട്ടലിൻ്റെ പട്ടികയിലാണിതും. മാധ്യമങ്ങളും മറ്റ് പൗരാവകാശ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും എല്ലാം പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത്. കാരണം അവിടെ നിന്ന് വന്ന ആദ്യഘട്ടം മുതലുള്ള വാർത്തകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല. മണിക്കൂറുകൾക്ക് മുമ്പ്, ഇപ്പോൾ പുതിയ വിവരങ്ങൾ വരുന്ന ദിവസങ്ങൾക്ക് മുമ്പ് എന്നുള്ളതാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ തൊട്ടടുത്ത് നിന്ന് വകവരുത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് ഈ 2 മൃതശരീരങ്ങളുടെ വിഷ്വൽസ് ഇന്നലെയും മെനിഞ്ഞാന്നുമായി വരുന്നുണ്ടല്ലോ. മേക്കപ്പ് ചെയ്ത് മരിച്ചു കിടക്കുന്നത് പോലെയാണ്. 19ലധികം വെടിയുണ്ടകൾ ഏറ്റു എന്ന് പറഞ്ഞിട്ട് പോലും രക്തത്തിൻ്റെ പാടില്ല, മറ്റ് ബാഹ്യമായ കാര്യങ്ങളൊന്നും കാണുവാൻ കഴിയുന്നില്ല. ഉറങ്ങിക്കിടക്കുന്ന പോലെ മേക്കപ്പ് ചെയ്ത് കിടത്തിയിരിക്കുന്ന പോലുള്ള ഒരു ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് വ്യാജ ഏറ്റുമുട്ടൽ. ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്, വ്യാജ ഏറ്റുമുട്ടലുകളാണെങ്കിലും അല്ലാതുള്ള സംഭവങ്ങളാണെങ്കിലും അതിനെ സംബന്ധിച്ചുകൊണ്ടുള്ള അന്വേഷണം, ആ അന്വേഷണം നടക്കട്ടെ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുന്നത് കുറ്റകരമായ മൗനമല്ലേ സർക്കാർ ഇക്കാര്യത്തിൽ അവലംബിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരുപാട് സംശയങ്ങൾക്ക് ഇട നൽകുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ഈ ഏറ്റുമുട്ടൽ വ്യാജമാണ്, ഈ ഏറ്റുമുട്ടൽ ഇതൊരു ഏറ്റുമുട്ടലല്ല, മറിച്ച് പോലീസ് ഏകപക്ഷീയമായി വെടിയുതിർക്കുകയായിരുന്നു, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതെല്ലാം തെളിയിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ മടിക്കുന്നത്? മാജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് നിങ്ങൾ ഉത്തരവിട്ടിട്ടുണ്ട്, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വേറെ തന്നെ ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊന്നും ഒരു വ്യക്തത വരുത്താൻ, ഈ സംശയം ദൂരീകരിക്കാൻ പോകുന്ന ഒരു വിശദീകരണം സർക്കാരിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് പ്രധാന ഘടകകക്ഷിയായ CPI നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്നത്. അവർക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു മറുപടി ഉണ്ടോ? ഈ വിഷയത്തെ നാം വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. 2 പേരുടെ മരണം ഏറ്റുമുട്ടലിലാണ് ഉണ്ടായത് എന്നാണ് പോലീസ് പറഞ്ഞത്. അത് സംബന്ധിച്ച് ഇതിനകം തന്നെ അന്വേഷണം നടത്തുമെന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് ഉള്ള യഥാർത്ഥ വിഷയം മാവോയിസ്റ്റുകൾ ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെ വെടിവെച്ച് കൊല്ലാൻ പാടുണ്ടോ എന്നുള്ളതാണ്. ഒരു ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടത്, അത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി പോലീസുകാർ വെടിവെച്ച് കൊന്നതാണ് എന്നതാണ് പോലീസ് പറഞ്ഞ ഭാഷ്യം. അത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇവിടെ
എത്ര വലിയ കുറ്റവാളികളാണെങ്കിൽ പോലും ആ കുറ്റവാളികളെ നിയമപരമായ നടപടികൾക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് പോലീസിനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വം. ശിക്ഷ വിധിക്കുകയോ ശിക്ഷ നടപ്പിലാക്കുകയോ ചെയ്യപ്പെടുന്നു എന്ന രൂപത്തിലേക്കുള്ള ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ നമ്മുടെ രാജ്യത്ത് എത്രയോ കാലമായി പതിവാണ്. അത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളെ ഒരു കാരണവശാലും CPM അംഗീകരിക്കില്ല. അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അത്തരം വിഷയങ്ങളിലെല്ലാം ഒരു ആശയ കുഴപ്പവുമില്ലാത്ത ശരിയായ നിലപാട് CPM എന്നും എടുത്തിട്ടുണ്ട്. വർഗീസ് കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം, അത് സംബന്ധിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കണം എന്ന ഉറച്ച നിലപാട് തന്നെയാണ് CPM എടുത്തിട്ടുള്ളത്. വധശിക്ഷ കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം നിയമപരമായി ഇല്ലാതാവണം എന്ന വിശാലമായ മാനവികമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് CPIM. ആ രൂപത്തിലേക്ക് ഏറ്റവും ഉയർന്ന മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതൃത്വം എന്ന രൂപത്തിലുള്ള ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിലിപ്പോൾ വന്നിരിക്കുന്ന വിഷയം ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്ന് തന്നെ വേണം എന്നുള്ളത് വിഷയമാണ്. അതൊരു മജിസ്ട്രേറ്റിയൽ അന്വേഷണം പോരാ, അതുപോലെ തന്നെ ഒരു CBI അല്ലെങ്കിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം പോരാ എന്ന രൂപത്തിലേക്കുള്ള ആവശ്യം സ്വാഭാവികമായിട്ട് ഇവിടെ ഉയർന്നു വരും. കാരണം ഇത്തരത്തിലുള്ള വിഷയത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ഗവൺമെൻറ്റിൻ്റെ അതുപോലെ തന്നെ CPIM നേതൃത്വം ഉയർത്തിപ്പിടിക്കുന്ന ഈ പറഞ്ഞ കാഴ്ചപ്പാട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ജനങ്ങളെ കൂടെ നിർത്തുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ശ്രീ പി കൃഷ്ണപ്രസാദ്, താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ 1970 വർഗീസിന്റെ കൊലപാതകത്തിൽ അന്ന് പ്രതിപക്ഷത്തായിരുന്ന CPM സ്വീകരിച്ച ആർജവത്തോടുകൂടിയുള്ള നിലപാട്, ബീഹാർ, ജാർഖണ്ഡ്, ആന്ധ്ര, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള വ്യാജ ഏറ്റുമുട്ടലുകളിൽ CPM കേന്ദ്രതലത്തിൽ ദേശീയ തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഊർജ്ജമുള്ള നിലപാട്, ആർജവത്വമുള്ള നിലപാട്, ആ നിലപാട് പിൻപറ്റുന്നുണ്ട് കേരളത്തിലെ സംസ്ഥാനത്തെ CPM എങ്കിൽ ഈ സമയത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതല്ലേ? എന്താണ് ഇക്കാര്യത്തിൽ CPMന്റെ നയം? എന്തുകൊണ്ടാണ് സർക്കാർ ഇതുപോലെ ഒരു വ്യാജ ഏറ്റുമുട്ടൽ എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഉള്ള ഒരു സംഭവത്തിൽ ഇരയാക്കപ്പെടുന്ന സന്ദർഭം എങ്ങനെ ഇവിടെ ഉണ്ടായി? എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ സർക്കാരിന് കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് CPMന് ഇക്കാര്യത്തിൽ മൗനം? അതിന് ഉത്തരം പറയാൻ ബാധ്യതയുണ്ട്. ഇവിടെ CPIMന്റെ സംസ്ഥാന നേതൃത്വം അത് സംബന്ധിച്ച് പരിശോധിച്ച് പറയാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവരത് സംബന്ധിച്ച നിലപാട് തീർച്ചയായും പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കാലതാമസം വന്നിട്ടുണ്ടോ എന്നുള്ള വിഷയവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്ത് വിശദീകരിക്കപ്പെടേണ്ടതാണ്. അത് സംസ്ഥാന നേതൃത്വം എന്ന രൂപത്തിൽ തന്നെ അതിനോടുള്ള വിശദീകരണം അവർ നൽകുമെന്നാണ് കരുതുന്നത്. CPMന്റെ ഒരു പൊതുപൊസിഷൻ എന്ന രൂപത്തിൽ മാത്രമാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. കൃഷ്ണപ്രസാദ് പറഞ്ഞ ഈ കാര്യം താങ്കൾക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇന്ന് G. സുധാകരൻ പ്രതികരിച്ചത് ഈ ഏറ്റുമുട്ടൽ സർക്കാർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, ഇത് പോലീസ് നടത്തിയതാണ്, അതുകൊണ്ട് സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല എന്ന് G. സുധാകരൻ പറഞ്ഞ മറുപടി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണോ? അല്ല, മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും എല്ലാം വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിൻ്റെ നിലപാടല്ലല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്, വ്യത്യസ്തമായ നിലപാടുകളാണ്. മന്ത്രിമാർ തന്നെ ചില ആളുകൾ വിപ്ലവത്തിൻ്റെ രീതിയെ സംബന്ധിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായ അഭിപ്രായം, ഇതെല്ലാം ഓരോ തലത്തിൽ വരുന്ന അഭിപ്രായങ്ങളാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകും അത്തരം അഭിപ്രായങ്ങൾ. അതായത് സർക്കാർ നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ള ശാഠ്യവും ഞങ്ങൾക്ക് ആ കാര്യത്തിലില്ല. അതായത് സർക്കാർ അറിയാതെ നടക്കില്ല, പക്ഷെ ഗവൺമെന്റ് ഈ ഓപ്പറേഷൻ സർക്കാർ അറിയാതെ നടക്കില്ല എന്നാണോ? അല്ല, അത് സംബന്ധമായി ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുകയുണ്ടായി. പറഞ്ഞല്ലോ, കേന്ദ്ര ഫണ്ട് വാങ്ങുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ടോ, വ്യാജ ഏറ്റുമുട്ടലിൻ്റെ രീതിയാണോ, മറ്റു കാര്യങ്ങളാണോ, ഇതെല്ലാം വളരെ പരസ്യമായ നിലപാടാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ നിലമ്പൂർ വിഷയം വന്നതിനെ തുടർന്നല്ല, എത്രയോ നാളുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനകത്ത് ഈ ഉറച്ച നിലപാടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ആ നിലപാട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കണം, മറ്റു രാഷ്ട്രീയ നേതാക്കൾ സ്വീകരിക്കണം, മന്ത്രിമാർ സ്വീകരിക്കണം എന്നുള്ള ശാഠ്യമല്ല ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ നിലപാട് നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വരാം. ശ്രീ എ. വാസു, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എന്നും ഇത്തരത്തിലുള്ള തീവ്രവാദികളെന്നോ അതല്ലെങ്കിൽ ഭീകരരെന്നോ നക്സലേറ്റുകളെന്നോ എന്നിങ്ങനെ ഈ പല വിശേഷണങ്ങൾ നൽകി ആക്രമിക്കപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഉറച്ച ആർജവത്തോടുകൂടിയുള്ള രാഷ്ട്രീയ നിലപാട് എടുത്തിട്ടുണ്ട് ഇടതുപക്ഷ പാർട്ടികൾ ദേശീയ തലത്തിൽ തന്നെ. പക്ഷേ ഇവിടെ തൊട്ട് നമ്മുടെ മൂക്കിന് താഴെ നിലമ്പൂരിൽ ഈ സംഭവം ഉണ്ടായിട്ട് CPM ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താതെ തന്നെ
താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് സർക്കാരിൻ്റെ കൂടി അറിവോടുകൂടി ആസൂത്രിതമായി നടന്നൊരു കൊലപാതകമാണ് എന്ന അഭിപ്രായമാണോ ശ്രീ എ വാസു താങ്കൾക്കുള്ളത്? അല്ല, ഇവിടെ പങ്കെടുത്തതിൽ നിന്ന് ഒരു കാര്യം ഉള്ള വൈരുദ്ധ്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. സഖാവ് വർഗീസ് എന്നെ വെടിവെച്ച് വന്നു. സഖാവ് വർഗീസിനെ വെടിവെച്ച് വന്നപ്പം പിന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ സംബന്ധിച്ച് ആർജവത്തോടു കൂടി അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പ്രൊട്ടസ്റ്റ് ചെയ്തുവല്ലോ. അതെ, പ്രൊട്ടസ്റ്റ് ചെയ്തു. അതിന് വേറൊരു വ്യാഖ്യാനമുണ്ട്. അവർക്ക് പിന്നെ വോട്ട് കിട്ടാൻ വേണ്ടി ആ കാര്യത്തിന് ഉപയോഗിച്ചു എന്നുള്ള നിലയിൽ മാവോയിസ്റ്റുകൾക്ക് വേറൊരു അഭിപ്രായമുണ്ട്. അതവിടെ നിൽക്കട്ടെ, മറ്റേത് തന്നെയാണെന്ന് വെക്കുക. അവർ ആർജവത്തോടെ പ്രൊട്ടസ്റ്റ് ചെയ്തു എന്ന് തന്നെ വെക്കുക. പിന്നെ ഇത് പിന്നെ അന്ന് അവർ ആക്ഷേപം വിമർശനം ഉന്നയിച്ചത് ആരുടെ നേരെയാണെന്നറിയാം? പോലീസിൻ്റെ നേരെയല്ല. അന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രിൻ്റെയും അച്യുതമേനോൻ്റെയും ആഭ്യന്തരമന്ത്രി CH മുഹമ്മദ് കോയക്കും എതിരായിട്ടാണ് അവർ ആക്ഷേപം ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു ഭരണം നടക്കുന്നിരുന്ന വാക്കിന് എന്തെങ്കിലും അർത്ഥമുണ്ട് വെച്ചാൽ അത് പിന്നെ അത് സ്വയം ഏറ്റെടുക്കണം. പോലീസ് അങ്ങനെ ചെയ്തിട്ടുണ്ട് വെച്ചാൽ ആരുടെ പോലീസ്? ഈ സംസ്ഥാന ഭരണം നിയന്ത്രിക്കുന്നതാണ്. ആരാ അവരെ നിയന്ത്രിക്കുന്നത്? അപ്പം അത് ആർജവത്തോടെ ഏറ്റെടുക്കാനുള്ള മനസ്സ് ഭരണകൂടം കാണിക്കണം, ആ പാർട്ടി കാണിക്കണം. അതിന് പകരം പോലീസിനെ കയ്യൊഴിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം ആർജവം എന്നുള്ള വാക്ക് ആർക്കും ഉപയോഗിക്കാവുന്ന അതിൻ്റെ അർത്ഥമുള്ളൂ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അറിയില്ല എന്ന് പറയുന്നതിന് പകരം അത് മാസത്തിൽ ഇന്നതാണ് സംഭവിച്ചിട്ടുള്ളത്, അത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്, അതാണ് പറയേണ്ടത്. അത് ആർജവമാണ്. പക്ഷേ അത് കയ്യൊഴിയെന്ന് പറഞ്ഞാൽ തങ്ങളുടെ പിന്നെ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന നായി എന്നെ കഴിച്ചിട്ടു, യാത്രക്കാരൻ പോയി കടിച്ചു, അതിന് എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വളരെ ലളിതമാണത്. അപ്പം ഇത് അവരുടെ പിന്നെ നിയന്ത്രണത്തിലുള്ള പോലീസാണ്. അതായത് പോലീസ് അവരുടെ സ്വാഭാവികമായ പരിശോധനകൾക്കിടയിൽ യാദൃശ്ചികമായി ഇവരുടെ ക്യാമ്പ് കാണുന്നു, അവർ വെടിയുതിർക്കുന്നു, ഇവർ ഡിഫൻസിലാകുന്നു, തിരിച്ചങ്ങോട്ട് ആക്രമിക്കുന്നു, അങ്ങനെ 2 പേർ വെടിയേറ്റ് മരിക്കുന്നു. ഇതാണ് പോലീസ് ഭാഷ്യം. ഇനി താങ്കൾ പറഞ്ഞതുപോലെ ഇതൊന്നുമല്ല എന്നിരിക്കട്ടെ, എങ്കിലും സർക്കാരിനെ സംബന്ധിച്ച് അതിൻ്റെ ഔപചാരികമായ ചിട്ടവട്ടങ്ങൾ നോക്കി അതിൻ്റെ അന്വേഷണങ്ങൾ പൂർത്തിയാക്കിയിട്ടല്ലേ, അതിനുശേഷമല്ലേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം പൊതുജനങ്ങൾക്ക് മുന്നിൽ നൽകാൻ കഴിയൂ? അതിന് കാലതാമസം ഉണ്ടാകില്ലേ? സമയം അനുവദിക്കണ്ടേ? അതാവശ്യമില്ല. അതെ, അതിനെ സംബന്ധിച്ചിട്ട് കാലതാമസം എത്ര? നിങ്ങൾക്കും എനിക്കും കാലതാമസം വേണം. ഭരണകൂടത്തിന് എത്ര കാലതാമസം വേണം? അതായത് യുക്തിക്ക് നിരക്കുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് മനുഷ്യാവകാശ പ്രവർത്തകർ 4 ദിവസം മുമ്പ് തന്നെ പറഞ്ഞു. അതായത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ക്രൈംബ്രാഞ്ച് തല അന്വേഷണവും അതുപോലെ തന്നെ വരാൻ പോകുന്ന മാജിസ്ട്രേറ്റ് തല അന്വേഷണത്തിലും താങ്കളെ പോലുള്ളവർക്ക് വിശ്വാസമില്ല, സത്യം പുറത്തു വരുമെന്ന് വിശ്വാസമില്ല. അന്വേഷണം എന്ന് പറഞ്ഞാൽ അത് ജുഡീഷ്യൽ അന്വേഷണമാണ്. അതൊക്കെ ജുഡീഷ്യൽ താൽക്കാലികമായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ ജുഡീഷ്യൽ പവർ ഉണ്ട് എന്നുള്ള അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. സബ് കളക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ജുഡീഷ്യൽ പിന്നെ അധികാരമാണുള്ളത്? അതേമാതിരി ക്രൈംബ്രാഞ്ചിന് എന്ത് ജുഡീഷ്യൽ അധികാരമാണുള്ളത്? ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ അതും ഇത് എങ്ങനെയാ അതിന് പകരമാവുന്നത്? ഈ 70കളിൽ എടുത്ത നിലപാട് അന്നത്തെ ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിരുന്നു, അതല്ലെങ്കിൽ ചില തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ടായിരുന്നു എന്ന ആക്ഷേപമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ CPI എടുത്തിരിക്കുന്ന ഈ നിലപാടും ഇതുപോലെ രാഷ്ട്രീയ ആർജവത്വം ഇല്ലാത്തതാണെന്ന് താങ്കൾ പറയുമോ? CPI എന്നെ സംബന്ധിച്ചിടത്തോളം ഏകപക്ഷീയമായിട്ട് കാണുന്ന ആളല്ല ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം CPI ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ആർജവമുള്ള നിലപാട് തന്നെയാണ്, യാതൊരു സംശയമില്ല. കുറച്ചും കൂടി ആർജവം കൂടിയായിരുന്നു. അവർ ഭരണത്തിൽ നിന്ന് രാജി ചെയ്ത് ഇത്തരം ഒരു ഭരണത്തിന് സഹകരിക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടും കൂടി ചെയ്തിരുന്നെങ്കിൽ അത് ആർജവം മാത്രമല്ല, അത് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്. ശ്രീ P. കൃഷ്ണപ്രസാദ്, മന്ത്രി G. സുധാകരൻ പറയുന്നു പോലീസ് അറിഞ്ഞു, അവർ ചെയ്തു. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലല്ലേ
ഈ പോലീസ് സംവിധാനം? അങ്ങയുടെ ചോദ്യം എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഇത് വിശദീകരിച്ചതുപോലെയും നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെയും ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് യാദൃശ്യമായിട്ടുണ്ടായതാണ് എന്ന് വിശദീകരിക്കപ്പെട്ട സംഭവമാണ്. ഇത്തരത്തിലുള്ളൊരു സംഭവത്തിൻ്റെ ന്യായമെന്ന് പറയുന്നത് ആയുധധാരികളായിട്ടുള്ള തീവ്രവാദ പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ അത് തിരിച്ച് വെടിവെച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. അങ്ങനെ ആവുമ്പോൾ പോലും തീവ്രവാദികളെ പോലെയല്ല ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലെ സേനയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ പോലീസിൻ്റെ അംഗങ്ങൾ പെരുമാറേണ്ടത്. അന്ന് ഭരണഘടന അംഗീകരിക്കുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള പൗരന്മാരുടെ അവകാശം, ജനാധിപത്യ അവകാശം, മനുഷ്യാവകാശം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സേനയ്ക്കുണ്ട്. അതുകൊണ്ട് കൊലപാതകത്തിലേക്ക് എത്താതെ അവരെ പിടിക്കുക എന്നുള്ളതിലേക്കാണ് സേന മുൻകൈ എടുക്കേണ്ടിയിരുന്നത്. ഒരു നിവൃത്തിയുമില്ലാതെ വന്ന ഘട്ടത്തിൽ ആണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എങ്കിൽ അതാണ് അന്വേഷണത്തിലൂടെ തെളിയേണ്ടത്. അങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു മരണം സ്വഭാവമായിട്ടും ദൗർഭാഗ്യകരമാണ്. അത്തരമൊരു സാഹചര്യം അതിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് പകരം ഇത് CPM-ൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓർഡർ പ്രകാരമാണ് ഇത് ചെയ്തത് എന്ന രൂപത്തിലേക്കുള്ള ഒരു സാഹചര്യ തെളിവുകൾ ഇവിടെ നമ്മുടെ ആരുടെയും മുമ്പിൽ ഇല്ലാതെ വരുമ്പോൾ അതാണ് രാഷ്ട്രീയം. ഇവിടെ മാവോയിസ്റ്റ് അക്രമത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ ഈ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പൊതു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ദുർബലപ്പെടുത്തുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനമാണിത്. അല്ല, അതെല്ലാം ശരിയായിരിക്കാം. പി. കൃഷ്ണപ്രസാദ്, അതായത് താങ്കൾ പറയുന്നത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണോ? അദ്ദേഹത്തിൻ്റെ പോലീസ് ചെയ്തിട്ടുള്ള ഈ കാര്യത്തിൽ ജി സുധാകരൻ പറഞ്ഞതിൻ്റെ ഒരു മറുഭാഗമാണോ താങ്കൾ പറയുന്നത്? ഇവിടെ മുഖ്യമന്ത്രിയുടെ മേൽ ഇതെല്ലാം കെട്ടിവെച്ച് അതിന് പിന്നിൽ രാഷ്ട്രീയം കളിക്കുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അദ്ദേഹത്തിന് ഇതിലൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണോ? ഞാൻ പറയാത്ത കാര്യങ്ങൾ വായിക്കേണ്ട കാര്യമില്ല എന്നാണ് ഗോപിയോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഇത് സംബന്ധിച്ച് ആർക്കാണ് അറിവുള്ളത് നമുക്കറിയില്ല. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണത്തിൽ വരട്ടെ, അദ്ദേഹം പറയട്ടെ. അതുപോലെ തന്നെ പാർട്ടി അത് സംബന്ധിച്ച് നിലപാട് പറയട്ടെ. അതിൽ വൈകൽ വന്നു എന്നുള്ളത് നിങ്ങളുടെ ആക്ഷേപമാണ്. അത് CPM സംസ്ഥാന നേതൃത്വം സംബന്ധിച്ച് നിലപാടെടുത്ത് പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അതിൽ ഈ സൂചിപ്പിച്ച പോലെ ഒരു പരിശോധനയ്ക്ക് അവർക്ക് അവരുടേതായ സമയം എടുക്കേണ്ടതുണ്ട്. പക്ഷേ അത് ജനങ്ങൾക്കിടയിൽ ഒരു വലിയ ചർച്ചാ വിഷയമാകുന്ന വിധത്തിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും അത് സംസ്ഥാന നേതൃത്വം തന്നെ പരിശോധിച്ച് നിലപാട് പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടി ജെ ആഞ്ചലോസ്, വ്യക്തമായ ഒരു മറുപടി താങ്കൾ പറയണം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ സർക്കാർ വൈകിപ്പോയി എന്നത് മാത്രമാണോ CPI സംബന്ധിച്ച് അലോസരപ്പെടുത്തുന്ന കാര്യം? അത് മാത്രമാണോ നിങ്ങളുടെ പ്രശ്നം? വ്യക്തത വരുത്താൻ സമയം വൈകി പോകുന്നു എന്നത് മാത്രമാണോ? അല്ല, വ്യാജ ഏറ്റുമുട്ടലിനോട് ഞങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ല. അത് ഈ പറയുന്ന മാവോയിസ്റ്റുകളോടാണെങ്കിലും മറ്റുള്ള ആളുകളോടാണെങ്കിലും അതിൻ്റേതായ ഒരു രീതി ഭരണകൂടം സ്വീകരിക്കാൻ പാടില്ല. ആശയപരമായ പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത്. ചിലപ്പോൾ തീവ്രവാദപരമായ ഇത്തരം നീക്കങ്ങളിലേക്കും ചില ഭാഗങ്ങളിൽ അതുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത്. മരിച്ച ഒരു സ്ത്രീയല്ലേ? അപ്പോൾ അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരണം. അതിന് ഗവൺമെൻറ്റിൻ്റെ ഒരു പങ്കുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് പങ്കുണ്ട്, ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ട്, ജനങ്ങൾക്ക് പങ്കുണ്ട്. മനുഷ്യരാണ്, ഈ രാജ്യത്തെ മനുഷ്യരാണ്. ഒരു തെറ്റായ രീതിയിലേക്ക് നീങ്ങുന്നുവെങ്കിൽ അവരെ ഈ പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു മാതാവിൻ്റെ സ്ഥാനം ഏറ്റെടുക്കേണ്ടത് ഭരണകൂടം തന്നെയാണ്. ആ രീതിയാണ് ഞങ്ങൾ ആ കാര്യത്തിൽ ആവിഷ്കരിക്കുന്നത്. അല്ലാതെ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം നോക്കിയാൽ താങ്കൾ പറഞ്ഞതുപോലെ ഇവരുടെ രാഷ്ട്രീയം അപകടകരമാണ്. ഇവരുടെ നിലപാടുകൾ, ഇവരുടെ പ്രയോഗ രീതികൾ അത് അപകടകരമാണ്. ഇവർ മുഖ്യധാരയിലേക്ക് വരണം, ഇതൊരു സാമൂഹിക വിഷയമായി മുന്നോട്ട് കൊണ്ടുവരണം എന്നെല്ലാമുള്ള രാഷ്ട്രീയ നിലപാട് നിങ്ങൾക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾക്ക്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ CPM അധികാരത്തിലിരിക്കുമ്പോൾ അവർ ഇക്കാര്യമെല്ലാം മറന്നു പോയിരിക്കുന്നു. അവർ ഇതൊരു വ്യാജ ഏറ്റുമുട്ടലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, അതിന് ഈ സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം?
അല്ല, ഞാൻ പറഞ്ഞല്ലോ, സംഭവം ഉണ്ടായ തൊട്ടടുത്ത നിമിഷം തന്നെ ഏറ്റവും ശക്തമായ പ്രതികരണം നടത്തിയ പാർട്ടിയാണ് CPI. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതേ നിലപാട് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ശഠിക്കുന്നില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല ആളുകളും പ്രകടിപ്പിക്കുന്നുണ്ട്. ഞങ്ങളിതിനകത്ത് കാലാകാലങ്ങൾ സ്വീകരിക്കുന്ന ഉറച്ച നിലപാടതാണ്. അതിന്മേൽ ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള അന്വേഷണ സംവിധാനങ്ങളും ഉണ്ടാകണം. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആകാം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം, മജിസ്ട്രേറ്റ് തല അന്വേഷണം ആകാം, ഒന്നിനെയും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ കുറച്ചുകൂടി ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള അന്വേഷണ രീതികൾ അതേകപക്ഷീയമായി പാർട്ടിയുടെ ഒരു പ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നതല്ല. സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഈ ഡിസംബർ ആദ്യം തന്നെ ചേരുന്നുണ്ട്. അവർ ഈ പൊതുവായ അപ്പോഴേക്ക് കുറച്ചുകൂടി വിവരങ്ങൾ പുറത്തു വരും. ഈ ദിവസങ്ങൾ ചെല്ലുന്തോറും ഇത്തരം വിവരങ്ങൾ കുറേശ്ശെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഏത് മാർഗമാണ് എന്നുള്ളത് സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടി പരസ്യമായി തന്നെ ആ നിലപാട് അവർ പ്രഖ്യാപിക്കും. ശ്രീ വാസു, 2013 ഫെബ്രുവരിയിലാണ്, താങ്കൾക്കറിയാമല്ലോ, കേരളത്തിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് എന്ന് സർക്കാർ സ്ഥിരീകരിക്കുന്നത്. അന്ന് തൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ വനമേഖലകൾ കേന്ദ്രീകരിച്ച് അവിടെ തമ്പടിച്ച് ആദിവാസികളെയും മറ്റ് പിന്നാക്ക ജനവിഭാഗങ്ങളും മറയാക്കി അവരവരുടെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നു. ഈ സർക്കാരിനെ അട്ടിമറിക്കാനും സ്വൈരമായ ജനജീവിതത്തെ തകർക്കാനും ഒക്കെ വേണ്ടിയുള്ള ഗൂഢപ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടിരിക്കുന്നു എന്ന ഒരു നിലപാട് സർക്കാരുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കേന്ദ്രം നൽകിയിട്ടുള്ള തണ്ടർ ബോൾട്ട് സേന ഇവിടെ എത്തുന്നതും ഇവരെ നേരിടാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതും. ഇതെല്ലാം ഇന്ന് ശ്രീ കാനം രാജേന്ദ്രൻ പറഞ്ഞതുപോലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന ഭീകരപ്രവർത്തനം എന്നെല്ലാമുള്ള വലിയ കെട്ടുകഥകൾ ഉണ്ടാക്കിക്കൊള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെല്ലാം ആ തരത്തിൽ ഉണ്ടാക്കിയെടുത്ത കെട്ടുകഥകളാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ കാര്യത്തിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കമ്മ്യൂണിസ്റ്റുകാർ ആശയപ്രചരണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ആശയപ്രചരണമാണ് ഉൽപാദന ശക്തികളുടെ വികസനത്തിന് അനുയോജ്യമായി സമൂഹത്തിനെ അനുയോജ്യമായി മാറ്റിത്തീർത്തുകൊണ്ട് അതിനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അവിടെ ആശയപ്രചരണത്തിന് ആണ് വലിയ പ്രാധാന്യം മാർക്സിസ്റ്റ് ആചാര്യന്മാർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 70 വർഷമായിട്ട് ഈ പാർലമെൻ്ററി ഡെമോക്രസി പരിശോധിക്കപ്പെടുകയാണ്. അതിൻ്റെ അനന്തരഫലം ഉള്ളവൻ കൂടുതലുള്ളവനും ഇല്ലാത്തവനും കൂടുതലില്ലാത്തവനാകുന്നതെന്ന് സംക്ഷിപ്തമായി വളരെ നല്ല ഭാഷയിൽ പണ്ഡിറ്റ് നെഹ്റുവാണ് പറഞ്ഞത്. അതിനുശേഷവും ഇത് കൂടുതൽ വികസിച്ചു വരികയാണ്. ഈ ഇല്ലായ്മയും ഈ കുന്നു കയറലും. അന്ന് ഞാൻ 47-ന് ശേഷം ഈ രാജ്യത്തെ കുത്തകളുടെ വികാസത്തിനെ സംബന്ധിച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് 100 കോടി അതിനുള്ള പ്രതികാരം സായുധ വിപ്ലവത്തിലൂടെയാണ്. നിക്കട്ടെ ഞാൻ പറയട്ടെ. 200 കോടി ഉണ്ടായിരുന്നവർ ഈ ആസ്തി ഉണ്ടായിരുന്ന 4 കുടുംബങ്ങളാണ്. ഇന്ന് 200ഓളം കുടുംബങ്ങളിലെ പ്രധാനപ്പെട്ട കുടുംബങ്ങൾക്ക് 13 ലക്ഷം കോടി 11 ലക്ഷം കോടി മുകേഷ് അംബാനിക്കും അനിൽ അംബാനി. ഇത് കുന്നുകയറുന്ന ആവട്ടെ, അതിനെ സംബന്ധിച്ചിട്ട് പ്രശ്നം അതല്ല. ഇവിടെ 2700ഓളം കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും പോഷകാഹാരക്കുറവ് കൊണ്ട് മരിക്കുന്നു. ഇങ്ങനെ 70 കൊല്ലത്തെ ഈ പരീക്ഷണത്തിൻ്റെ ഇടയിൽ ഇതുകൊണ്ട് ഗുണമില്ലാന്ന് നമ്മുടെ യുവാക്കൾ തീരുമാനിക്കുന്നു. അവർ ഒരു ആശയം സ്വീകരിക്കുന്നു, അവർ പ്രചരിപ്പിക്കുന്നു. ശരി, ആ പ്രചരണത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു തോക്കെടുത്ത് വെടിവെക്കുന്ന തിരക്കുള്ള ഇത് ഇവർ വെടിവെക്കട്ടെ. പക്ഷേ ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ ഏതെങ്കിലും തോക്ക് ഉപയോഗിച്ച് അവരൊരു മാവോയിസ്റ്റുകളുടെ ആക്ഷേപം കേട്ടതിന് ശേഷം അവരൊരു കത്തിയെടുത്ത ഒരു മനുഷ്യനെ കൊന്നെന്ന് നമ്മൾ കേട്ടോ? നമ്മൾ ഛത്തീസ്ഗഡിലെ കാര്യം പറയാൻ അവിടെ നിൽക്കട്ടെ, അതിനെ സംബന്ധിച്ചിട്ട് ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു കഥകൾ എനിക്കും പറയാനുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്തുണ്ടായി? ഇവിടെ അവർ പിന്നെ നിലമ്പൂർ മേഖലയിൽ അല്ലെങ്കിൽ വയനാട് മേഖലയിൽ ആദിവാസികളെ പ്രബോധനം ചെയ്യുന്നു, അവർക്ക് ലഘുലേഖ വിതരണം ചെയ്യുന്നു, നോട്ടീസ് വിതരണം ചെയ്യുന്നു എന്ന് നമ്മളോട് പത്രങ്ങളും പോലീസും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലപ്പുറം എന്ത് ചെയ്തു? ഇവരെങ്ങനെ വെടിവെച്ച് കൊല്ലാൻ തന്നെ തീരുമാനിച്ചിട്ട് അങ്ങനെ ഒരു ഏറ്റവും ഇവർ മാസത്തിൽ സ്വയം രക്ഷക്കാണെന്ന് പറയുന്നത്. എന്ത് സ്വയം രക്ഷയാണ്? ഇവർ കൽപ്പിച്ച് കൂട്ടിയിട്ട് തോക്കുമായിട്ട് പിന്നെ തണ്ടർ ബോൾട്ടും CRPയും MSPയോ ലോക്കൽ പോലീസും, എനിക്കറിയാം വയനാട്ടിൽ അവരെങ്ങനെയാണ് കയറിയിരുന്നത്. അപ്പോൾ അങ്ങനെ ബോധപൂർവം ഇവരെ സംബന്ധിച്ച് രഹസ്യ വിവരങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കി മാസങ്ങളോളം ഫോളോ ചെയ്തതിന് ശേഷം വളരെ കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോധപൂർവം നീങ്ങിയിട്ടുള്ള അവർ സ്വയം രക്ഷയ്ക്ക് വെടിവെച്ച് എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം?
അപ്പം യഥാർത്ഥത്തിൽ ഇങ്ങനെ അവർ വിവരങ്ങളൊക്കെ ശേഖരിച്ചു, വളരെ കൃത്യമായിട്ട് എവിടെ വെച്ചിട്ട് ഫിനിഷ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള അവർക്ക് പിടിക്കാൻ ഒരു പ്രയാസമില്ല. ഇത്ര സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം പിടിക്കാൻ ഒരു പ്രയാസമില്ല. അങ്ങനെ ഒന്നുകിൽ കിടന്നുറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ അവരെന്തെങ്കിലും കൂടിയാലോചിക്കുന്ന സമയത്ത്, അങ്ങനെ വാസ്തവത്തിൽ അവർ വളഞ്ഞിട്ട് വെടിവെച്ച് കൊന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. എന്താണെന്ന് വെച്ചാൽ അധിക വെടിയും പുറത്ത് കൊണ്ടുവന്ന 10-20 വെടി കുടുങ്ങിയെന്ന് പറഞ്ഞു. അധികം പുറത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഓടിപ്പോകുന്നവർ ഇവരെ ജീവൻ ഇവരെ ജീവൻ അപകടകരം ആകുന്നെങ്ങനെ? ഇവർക്ക് ജീവൻ രക്ഷിക്കേണ്ടി വരുന്ന എങ്ങനെ ഈ ഓടിപ്പോകുന്ന? തിരിച്ചു വരാം. ശ്രീ പി കൃഷ്ണപ്രസാദ്, സർക്കാരിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും വെച്ച്, ഭരണകൂടത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും വെച്ച് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യം പൊതുജന മധ്യത്തിൽ വിശദീകരിക്കുന്നതിനുള്ള സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചില്ലേ? സംസ്ഥാന DGP ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് വി ആർ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ് എന്നാണ്. ആഹ്ലാദം തരുന്ന ഒരു വിജയമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഈ സർക്കാരിൻ്റെ അഭിപ്രായമാണോ? സർക്കാരിൻ്റെ അഭിപ്രായം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിന്നാണ് പറയേണ്ടത്. ഒരു കൊലപാതകത്തെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും ആഹ്ലാദിക്കാനോ അഭിമാനിക്കാനോ ഉള്ള കാര്യങ്ങളല്ല. അതൊരു കുറ്റവാളിയെ കൊലപ്പെടുത്തുമ്പോൾ പോലും അത് സമൂഹമാകെ അത് വളരെ മൗനത്തോടുകൂടി, വളരെ പ്രയാസത്തോടു കൂടിയാണ് അത് കാണേണ്ടത് അങ്ങനെയാണ്. ഏറ്റവും ഉയർന്ന മാനവികതയുടെ സംസ്കാരമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് എന്നുള്ളത് കൊണ്ട് ഭരണകൂടത്തിൻ്റെ പൊതു സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടായപ്പോൾ അത് സംബന്ധിച്ച് അവധാനതയോടുകൂടി പരിശോധന നടത്തി യഥാർത്ഥ വസ്തുത ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് എന്ന നിലപാട് സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നത്. അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു സമീപനമാണ് ഇവിടെ എടുക്കേണ്ടത്. തീർച്ചയായിട്ടും മാവോയിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള, വളരെയേറെ പ്രയാസമുണ്ടാക്കുന്ന വിധത്തിലേക്കുള്ള തെറ്റായ ഒരു കാഴ്ചപ്പാടും ഒരു ചിന്താപദ്ധതിയുമാണ് അവർ നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ അവർ ആക്രമിച്ചിട്ടുള്ളത് CPMൻ്റെ പ്രവർത്തകരെയാണ്. 70ഓളം ആളുകളാണ് 2010 മാത്രം മാവോയിസ്റ്റ് ആക്രമണത്തിൽ ബംഗാളിൽ CPMൻ്റെ പ്രവർത്തകർ മാത്രം കൊല്ലപ്പെട്ടിട്ടുള്ളത്. വലിയ വില ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ തത്വാധിഷ്ഠമായ സമീപനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് ഈ മാവോയിസ്റ്റ് പ്രശ്നത്തെ ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് കാണാൻ കഴിയില്ല? അത് ആ രൂപത്തിൽ ഒരു സെക്യൂരിറ്റി പ്രശ്നമായിട്ട് മാത്രം കണ്ടുകൊണ്ട് പോലീസിനെ കൊണ്ട് വെടിവെച്ച് കൊന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അത് ഈ രാജ്യത്ത് മൊത്തത്തിൽ വലിയ ഒരു ഭാഗത്ത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ദുർബലമായിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റുകളുടെ ശക്തമായ സാന്നിധ്യമുള്ളത്. എന്തുകൊണ്ടതുണ്ടാവുന്നു? ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന, ഇന്നും ഫ്യൂഡൽ ചൂഷണത്തിനും അതുപോലെ തന്നെ മുതലാളിത്ത ചൂഷണത്തിനും വിധേയരാകേണ്ടി വരുന്ന പട്ടിണിപ്പാവങ്ങളായ ആദിവാസികളായിട്ടുള്ള ആളുകൾ, അവർ എന്തുകൊണ്ട് മാവോയിസ്റ്റുകളാവേണ്ടി വരുന്നു? ഇതാണ് സമൂഹമാകെ പരിശോധിക്കേണ്ടത്. ചെറിയ ഇടവേളയിലേക്ക് നമുക്ക് പോകണം. എന്നോടൊപ്പം പി കൃഷ്ണപ്രസാദ്, TJ ആഞ്ചലോസ്, ശ്രീ A വാസു എന്നിവർക്കൊപ്പം അഡ്വക്കേറ്റ് PA പൗരൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടി ഉണ്ടാകും ഇടവേളയ്ക്ക് ശേഷം. മനുഷ്യാവകാശ പ്രവർത്തകൻ PUCL സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് PA പൗരൻ കൂടി ഉണ്ട് എന്നോടൊപ്പം ഈ പാനലിൽ ഇനി ചർച്ചയ്ക്കായി. അഡ്വക്കേറ്റ് PA പൗരൻ, 2 അന്വേഷണങ്ങൾ വെവ്വേറെ, ഒന്ന് മജിസ്റ്റീരിയൽ തലത്തിൽ, മറ്റൊന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ. ഈ 2 അന്വേഷണത്തിലൂടെയും യഥാർത്ഥ വസ്തുത പുറത്തു വരും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ എന്താണ് നിലമ്പൂർ കാടുകളിൽ സംഭവിച്ചതായി താങ്കൾ മനസ്സിലാക്കുന്നത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ജനങ്ങളുടെ 3 കോടിയിൽ പരം ജനങ്ങളുടെ പ്രതിഷേധം, എതിർപ്പ് ഈ സർക്കാരിനെതിരെ, പോലീസിനെതിരെ വന്നപ്പോൾ അതിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു പ്രഷർ വാൽവ് തുറക്കുന്ന രൂപത്തിൽ ഇപ്പോൾ ഒരു മജിസ്റ്റീരിയൽ എൻക്വയറിയും അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു എൻക്വയറിയും ഓർഡർ ചെയ്തുകൊണ്ട് ഈ സർക്കാരിനോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രധാനമായിട്ടും ഈ സംഭവം ഉണ്ടായത് വ്യാഴാഴ്ചയാണ് രാവിലെ. 36 മണിക്കൂർ നേരം ആ എൻറ്റയർ ഏരിയ, 6 സ്ക്വയർ കിലോമീറ്ററോളം ഏരിയ മുഴുവൻ കോർഡൻ ചെയ്തുകൊണ്ട് ഒരാളെ പോലും അങ്ങോട്ട് കടത്തിവിടാതെ, തമിഴ്നാട്ടിലെയും അതേമാതിരി കർണാടകയിലെ പോലീസിനെ പോലും കടത്തിവിടാതെ, കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ പോലും കടത്തിവിടാതെ
അവരെ ബന്ധുജനങ്ങളെ പോലും കടത്തിവിടാതെ 36 മണിക്കൂർ നേരം വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ അതിൻ്റെ മുഴുവൻ സ്ട്രാറ്റജികൾ തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടാണ് അതിനുശേഷം ഇങ്ങനെ 2 പേര് മരിച്ചിരിക്കുന്നു. ആദ്യം പറഞ്ഞത് 3 പേർ മരിച്ചിരിക്കുന്നു, ഒരാൾ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന അതിനെല്ലാം മാറ്റിക്കൊണ്ട് 2 പേരുടെ മൃതശരീരം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഒരു കൈത്തോക്ക് മാത്രമാണ് ആയുധമായിട്ട് കണ്ടിരിക്കുന്നത്. ആ കൈത്തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചതായിട്ട് പറയുന്നില്ല, ഒരു ഇലയ്ക്ക് പോലും കേടുപറ്റിയതായിട്ട് പറയുന്നില്ല, ഒരു മരത്തിന് പോലും വെടിവെച്ചതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ പോലീസ് 70-75 പേരടങ്ങുന്ന ഈ സംഘം, ടാസ്ക് ഫോഴ്സ് എന്നുള്ള രൂപത്തിൽ തണ്ടർബോൾട്ടിൻ്റെ ശക്തമായ സംഘം അവിടേക്ക് കടന്നു ചെല്ലുകയും ഇവരെ എവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് ഒരു താൽക്കാലികമായ ഷെഡ് ഉണ്ടാക്കി, അവിടെ കുറച്ച് ഭക്ഷണസാധനം ഉണ്ടാക്കി, ഐപാഡ് ഉണ്ടാക്കി, മറ്റ് കുറച്ച് പൈസയും അവിടെ സംഘടിപ്പിച്ച് വെച്ചുകൊണ്ട് ഇവരെ മൃഗീയമായിട്ട് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. അതിന് ഭരണകൂടത്തിൻ്റെ കൂടി പിൻബലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു സർജിക്കൽ സ്ട്രൈക്കായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ. അതിർത്തി കടന്നു വരുന്ന ഭീകരന്മാരെ നേരിടാൻ വേണ്ടി നരേന്ദ്രമോദി എങ്ങനെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയോ അതേപോലെ ഇവിടെ CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണ്. ആ ഭരണത്തിനെതിരെ മാവോയിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നു എന്നാണ് വ്യാജേന അവരെ ഉന്മൂലന നാശം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്റ്റർമിനേറ്റ് ചെയ്യാൻ വേണ്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ ജനകീയ വികാരം ഈ സർക്കാരിനെതിരായതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജാഫർ മാലിക് എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥന്, സബ് കളക്ടറെ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന് മജിസ്ട്രേറ്റ് എൻക്വയറിക്ക് വേണ്ടി നിയോഗിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം അദ്ദേഹം തന്നെ ഈ 36 മണിക്കൂറും പോലീസിനെ സംരക്ഷിക്കുന്ന രൂപത്തിൽ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും പോലീസിനെയും എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ വീണ്ടും ഒരു മജിസ്ട്രേറ്റ് എൻക്വയറിക്ക് വേണ്ടിയിട്ട് നിയോഗിക്കുമ്പോൾ അത് ഒരിക്കലും സത്യം പുറത്തു കൊണ്ടുവരികയില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇതേ പോലീസിൻ്റെ കീഴിലുള്ള ബെഹ്റ, DGP ബെഹ്റയുടെ കീഴിലുള്ള ഒരു സംഘത്തെ കൊണ്ട്, ക്രൈംബ്രാഞ്ച് എന്നുള്ള പേരിൽ ഒരു സംഘത്തെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിച്ചാലും ഒരൊറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഇതിൽ കുറ്റക്കാരനാണെന്നുള്ള രൂപത്തിൽ വരികയില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പൊളിറ്റിക്കൽ കോൺസ്പിരസി എവിടെ നിന്ന് തുടങ്ങി എന്നുള്ള ആ ആംഗിളും കൂടി അന്വേഷണ വിധേയമാകണം. പക്ഷേ അത് ഇപ്പോഴത്തെ കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ, പ്രത്യേകിച്ചും ജയറാം പടിക്കലിൻ്റെ കാലത്ത് സ്ഥാപിച്ച EM ശങ്കരൻ നമ്പൂതിരിപ്പാട് സ്ഥാപിച്ച ആ ക്രൈംബ്രാഞ്ചിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴുള്ളത്. ആ ക്രൈംബ്രാഞ്ചിൽ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചാൽ ഇതിൻ്റെ സത്യം പുറത്തേക്ക് വരികയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഒരു സത്യസന്ധനായ പേഴ്സൺ ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ക്യാരക്ടർ ഉള്ള ഒരു ജുഡീഷ്യൽ ഓഫീസറെ, ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിനെ കൊണ്ട്, സിറ്റിംഗ് ജഡ്ജിനെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണം. CN രാമേന്ദ്രനെ പോലെയുള്ള ഒരു റിട്ടയർഡ് ജഡ്ജിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ ഒരു കാര്യവും നടക്കില്ല. മറിച്ച് ഒരു ഇൻറ്റഗ്രിറ്റിയും ക്യാരക്ടറുമുള്ള ഒരു ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് ഇതിന്റെ അന്വേഷിച്ച് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഇവിടെ അഡ്വക്കേറ്റ് PA പൗരൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം, ഒരു മിനിറ്റ്, ശ്രീ TJ ആഞ്ചലോസ്, അഡ്വക്കേറ്റ് PA പൗരൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം താങ്കളുടെയും താങ്കളുടെ പാർട്ടിയുടെയും കൂടി അഭിപ്രായമല്ലേ? താങ്കൾ ഇത് ഷെയർ ചെയ്യില്ലേ? അല്ല, സുപ്രീം കോടതി ഡയറക്ഷൻ നേരത്തെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 2 അന്വേഷണം അത് നടത്താതിരിക്കാൻ കഴിയുന്നതല്ലല്ലോ. ഒന്ന് ക്രൈംബ്രാഞ്ച് തല അന്വേഷണവും മറ്റൊന്ന് മജിസ്ട്രേറ്റ് തല അന്വേഷണവും. അത് തുടരട്ടെ. പക്ഷേ ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ ബോധ്യപ്പെടേണ്ടതുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതിൻ്റെ വിശദാംശങ്ങൾ? ഇനിയും ഒട്ടനേകം വിഷയങ്ങൾ ഉണ്ടാകുമല്ലോ ഭാവിയിൽ. ഇതോടുകൂടി അവസാനിക്കുന്നില്ലല്ലോ. വേറെ രൂപത്തിലാകാം, വേറെ ഭാവത്തിലാകാം, പലതരം വിഷയങ്ങളുണ്ടാകാം. അത്തരം ഘട്ടങ്ങളിലെല്ലാം ഗവൺമെൻറ്റിനും ജനങ്ങൾക്കും ഏറ്റവും നല്ലതുപോലെ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം. അതെ, അതുകൊണ്ടാണ് പറയുന്നത്, ഭാവിയെയും കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നിലവാരത്തിലേക്കുള്ള ഒരു അന്വേഷണം, അതിനെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഔദ്യോഗികമായി അത് പ്രഖ്യാപിക്കേണ്ടത് പാർട്ടി സംസ്ഥാന നേതൃത്വമാണ്. ഇത്തരം വിഷയങ്ങളിൽ തുടക്കം മുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വളരെ ഉറച്ച നിലപാട് സ്വീകരിച്ച ഒരു നേതൃത്വം എന്നുള്ള തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ഇവയാകെ പരിശോധിച്ചുകൊണ്ട് ആ ഒരു നിലപാടിലേക്ക് എത്തും, പ്രഖ്യാപിക്കും എന്നുള്ളതാണ് എൻ്റെയും പ്രതീക്ഷ. ഞാൻ വരാം താങ്കൾ. ശ്രീ എ വാസു, ഇവിടെ നേരത്തെ താങ്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും, പ്രതിപക്ഷത്തും
ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് പ്രതിപക്ഷ നേതാവ് മുൻ ആഭ്യന്തരമന്ത്രിക്കുള്ള അഭിപ്രായമല്ല KPCC അധ്യക്ഷനുള്ളത്. മുൻ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് മാവോവാദികളുടെ ആശയം അപകടകരമാണ്, അവരുടെ പ്രവർത്തന രീതികൾ അപകടകരമാണ്, കേരളത്തിലെ സ്വൈരജീവിതത്തിന് വിഘാതമുണ്ടാക്കുന്ന തരത്തിൽ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ സാധ്യതയുള്ള തരത്തിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മാറുന്നു എന്നാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആ ഉറച്ച നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ച അദ്ദേഹത്തിന് ഇപ്പോഴുമുണ്ട്. CPM പോലുള്ള ഇടതുപക്ഷ പാർട്ടികൾക്ക് ദേശീയ തലത്തിൽ തന്നെയുള്ള നയം ഈ തരത്തിലുള്ള ഫേക്ക് എൻകൗണ്ടേഴ്സിന് മുഴുവൻ വിരുദ്ധമായിട്ടുള്ള, അതിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ്. എന്നിട്ടും CPM നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിന് ഈ പ്രശ്നം സംഭവിച്ചെങ്കിൽ അതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമാണോ, അതോ അധികാരം കിട്ടുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാറിപ്പോകുമെന്നുള്ളതാണോ, അതോ മറ്റു ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നതായിരിക്കും? ഇത് പാർലമെന്ററി ഡെമോക്രസിയിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലേറിയതിൻ്റെ ഒരു വൈരുദ്ധ്യമുണ്ട്. അവർക്ക് വാക്കും പ്രവൃത്തിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. പാർലമെന്ററി ഡെമോക്രസിയെ അംഗീകരിച്ചാൽ അതിനനുസരിച്ചിട്ട് ഭരിക്കലോ, അതിൻ്റെ ഫ്രെയിം അതാണ്. അപ്പോൾ അവിടെ വാക്കും പ്രവൃത്തിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പം കൃഷ്ണദാസ് നമ്മുടെ മാർക്സിസ്റ്റ് സുഹൃത്ത് പറഞ്ഞല്ലോ, കൃഷ്ണപ്രസാദ് അദ്ദേഹം പറഞ്ഞല്ലോ, ഇപ്പം 70ഓളം പേരെ മാവോയിസ്റ്റുകൾ കൊന്നിട്ടുണ്ട് അവിടെ നിന്ന് സഹാക്കളെ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ക്രൂരരായിട്ടുള്ള മനുഷ്യർ അങ്ങനെ വാസ്തവത്തിൽ ആ വടക്കേ ഇന്ത്യൻ മേഖലകളിൽ ഉടനീളം വളർന്നു വരികയാണെന്ന് പറയുന്നത് ഈ ഭരണാധികാരികൾ തന്നെയാണ്. ആ സ്ഥലത്ത് ഇവരുടെ സ്വാധീനം എന്തായി? പശ്ചിമ ബംഗാളിൽ ഇത്രയും ക്രൂരതയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു മേജർ പാർട്ടിയുടെ ഗതി എന്തായി? അവിടെ 70 പേരെ കൊന്നോ മാസത്തിൽ 700 ആളെ കൊന്നോ എന്നുള്ളതല്ല പ്രശ്നം. അത് നമ്മൾ കാണുന്നില്ല, ഇവർ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. ഇവിടെ ഒരു 40 വർഷം മുന്നേ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വീണിട്ടുള്ള ഒരു രക്തത്തിൻ്റെ കഥയുണ്ട്. ഈ നിലമ്പൂരിൽ തന്നെ സഖാവ് ചാണ്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. EMS അടക്കം കത്തെഴുതാറുണ്ടായിരുന്നു. EMS ഇയാൾക്കും കത്തെഴുതുക. ഞാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്. ഞങ്ങളവിടെ ഈ പാവപ്പെട്ടവർക്ക് ഭൂമി പിടിച്ചെടുത്ത് കൊടുക്കുകയും അതിന് കാവൽ നിൽക്കുകയും ചെയ്തു. ആ ഒരൊറ്റ കാരണം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ കൊടിയും പിടിച്ച് അവിടുത്തെ കത്തിക്കാളംപോയിൽ പൂളപ്പാടം ബ്രാഞ്ച് സെക്രട്ടറി ചുവപ്പ് കൊടിയും പിടിച്ച് അവിടുത്തെ ഗുണ്ടകൾ, ജന്മിമാർ, ഞങ്ങൾ ഭൂമി പിടിച്ചെടുത്തിട്ടുള്ള കാനക്കുത്ത് ഗോപാലൻ ഇവരെല്ലാം അവരുടെ ഗുണ്ടകളും ചേർന്ന് അദ്ദേഹത്തിനെ വളഞ്ഞിട്ട് വെടിവെച്ചു വന്നു. ആ രാജൻ ഇപ്പോഴുണ്ട്. ആ രാജൻ പിന്നീടും കൊലപാതകങ്ങൾ നടത്തി. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി പുറത്താക്കി. എന്താ വെച്ചാൽ കൊലപാതകങ്ങളാണല്ലോ പഠിപ്പിക്കുന്നത്. അവൻ വരെയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ അനുഭവം ഞങ്ങളതിന് പ്രതികാരം ചെയ്യാൻ പോയില്ല. ആ രീതിയിലുള്ള പ്രതികാരം ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാവില്ല. ഞങ്ങൾ മാസത്തിൽ മരിക്കാൻ തയ്യാറുള്ളവരായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ആ കാര്യം മാർക്സിസ്റ്റുകാരനെ രാജനെ അന്വേഷിക്കുന്നതിന് പകരം ഞങ്ങൾ അവിടെ വയനാട്ടിലെ ജന്മിമാർ, ആദിവാസികളെ അങ്ങേറ്റം ചൂഷണം ചെയ്യുന്ന ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്ത 2 സീർ നെല്ല് കൊടുക്കുന്ന ആ ജന്മിമാർക്കെതിരെ ഞങ്ങൾ പോരാടി. അവരുടെ അടിമത്തത്തിനെതിരെ ഞങ്ങൾ പോരാട്ടി. വർഗീസിൻ്റെ മരണത്തിന് വെടിവെപ്പിന് ശേഷം അവിടെ ആദിവാസികൾ ആദ്യമായിട്ട് 100 കണക്കിന് 1000 കണക്കിന് വർഷങ്ങളായി അടിമത്തപ്പണി എടുത്തിരുന്ന അവിടെ അടിമപ്പണി നടന്നില്ല. അവിടുത്തെ വള്ളിയൂർക്കാവിൽ പിന്നീട് അടിമകളെ ലേലം വിളിച്ചില്ല. ആ രീതിയിൽ ഞങ്ങൾ വാസ്തവത്തിൽ പ്രതികാരത്തിൻ്റെ ആൾക്കാരല്ല. ഞങ്ങൾ ഇവിടെ ചാണ്ടീൻ്റെ ഒപ്പം ഉണ്ടായതാണ്. ഞങ്ങൾ പ്രതികാരത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന മാതിരി RSSകാരെ കൊല്ലുക, RSSകാർ ഇവരെ കൊല്ലുക, ചാവുന്ന മുഴുവൻ തൊഴിലാളിയും കൃഷിക്കാരും. ആ രീതിയിലുള്ള പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ജന്മിത്വത്തിനെതിരെയാണ് വിരൽ ചൂണ്ടുന്നത്. ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്കെതിരെയാണ് ഞങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇനി കൃഷ്ണപ്രസാദിന് പറയാനുള്ള മറുപടി. ശ്രീ കൃഷ്ണപ്രസാദ്, താങ്കൾക്ക് മറുപടി പറയാം. അല്ല, ഞാനതൊന്നും ഈ പറഞ്ഞ രൂപത്തിൽ മറുപടി പറയാനുള്ളൊരു അവസരമായിട്ട് ഇത് കാണുന്നില്ല. വാസുവേട്ടനെ പോലുള്ള ആളുകളെല്ലാം അവരുടേതായ രൂപത്തിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, ത്യാഗം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച മനുഷ്യരാണ്. അവരെന്തെങ്കിലും നേടിയ ആളുകളൊന്നുമല്ല.
ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നക്സലൈറ്റ് പ്രസ്ഥാനത്തെ കണ്ടതും തെറ്റായ ഒരു വഴി സ്വീകരിച്ചുകൊണ്ട് പൊതു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെയും ദുർബലപ്പെടുത്തുന്നതിന് കാരണക്കാരായി എന്നുള്ളതാണ്. ഞാൻ 70 പേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം മമതയോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ കൊലപാതകങ്ങളെല്ലാം CPM-നെതിരെ നടത്തിയത്. ആ പ്രവർത്തനത്തിലൂടെ ഭാഗമായിട്ടാണ് CPM-ന് അവിടെ അധികാരത്തെ പ്രശ്നമാക്കുന്നതിൽ മമതാ ബാനർജി നേതൃത്വത്തിലുള്ള വലതുപക്ഷ നേതൃത്വം വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ വലതുപക്ഷ നേതൃത്വത്തിൻ്റെ കോടാലി കൈകളായും സ്റ്റേറ്റിൻ്റെ കോടാലി കൈകളായിട്ടും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം മാവോയിസ്റ്റ് പ്രസ്ഥാനത്തോട് അതിൻ്റെ അപകടത്തെക്കുറിച്ച് നമ്മളിവിടെ പറഞ്ഞ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാവേണ്ടത് എന്താ, ഇങ്ങനെയുള്ളൊരു വിഷയത്തെ, ഗൗരവമുള്ളൊരു പ്രശ്നത്തെ നമുക്ക് ക്രമസമാധാന പ്രശ്നം മാത്രമായി കണ്ടുകൊണ്ട് വെടിവെച്ച് കൊന്നുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണണം. ഈ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാണ് ഈ പറഞ്ഞ രൂപത്തിൽ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിലുൾപ്പെടെ ശക്തി രൂപപ്പെട്ടു വരുന്നത്. അവരുടെ ഈ പറഞ്ഞ ബഹുജന പ്രവർത്തനങ്ങളെല്ലാം ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ഭീകര പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത്. അത് ഈ സൂചിപ്പിച്ച പോലെ ഭരണകൂടത്തിനെതിരെ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനം ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അതിൻ്റെ ഭാഗമാണ് CPI-യും CPM ഒക്കെ ഉൾപ്പെടെയുള്ളത്. അതോടൊപ്പം CPI-ML ലിബറേഷൻ ഉൾപ്പെടെയുള്ള വിപുലമായ ഒരു ഇടതുപക്ഷ ഐക്യം രൂപപ്പെട്ട് വരികയാണ് ഇന്ത്യ രാജ്യത്താകെ. ആ ഇടതുപക്ഷ ഐക്യത്തെ ശക്തിപ്പെടുത്തുന്നതിനെതിരെ ഈ പറഞ്ഞ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ രാജ്യത്താകെ വിവിധ ഗവൺമെൻറ്റുകൾ നടത്തുകയാണ്. അത് മാവോയിസ്റ്റുകൾക്കെതിരായിട്ടുള്ള ഈ അക്രമം നാളെ ഇടതുപക്ഷക്കാർക്കെതിരായിട്ടുള്ള അക്രമമായിട്ട് ഗവൺമെൻറ്റുകൾക്ക് ഭരണകൂടത്തിന് മാറ്റാൻ വേണ്ടി സാധിക്കും. ആ രൂപത്തിൽ കേരളത്തിലൊരു ഗവൺമെൻറ് വന്നു എന്നുള്ളത് കൊണ്ട് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെയോ പൂർണ്ണമായ നിയന്ത്രണം ആ ഗവൺമെൻറ്റിന് മന്ത്രിസഭയ്ക്കില്ല. അത് ഒരു മന്ത്രിസഭ മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. ജുഡീഷ്യറി ആണെങ്കിലും അത് പോലീസ് ആണെങ്കിലും എല്ലാം അത് ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമാണ്. ആ ഭരണകൂടം ഒരു ബൂർഷാ ഭൂപ്രഭു ഭരണകൂടമാണ്. അത് ഈ രൂപത്തിലേ പെരുമാറുകയുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് CPM-നുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്ന പൊതു ചർച്ചയിൽ മനുഷ്യാവകാശ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ എൻകൗണ്ടറുകളാണോ എന്നുള്ളത് പരിശോധന നടത്തി അതിലെ കുറ്റവാളികളായിട്ടുള്ളവരുണ്ടെങ്കിൽ കണ്ടെത്തണം എന്ന നിലപാടാണ് CPM-നുള്ളത്. ഏതു തരത്തിലുള്ള അന്വേഷണമാണ് സംബന്ധിച്ച് നിലപാടെടുത്ത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ട നേതൃത്വം അത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന്. അഡ്വക്കേറ്റ് PA പൗരൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ CPM-നെ പ്രതിനിധീകരിച്ച് ഇവിടെ സംസാരിച്ച കൃഷ്ണപ്രസാദിന്റെ വാക്കുകളിൽ താങ്കൾക്ക് തൃപ്തിയുണ്ടോ? കൃഷ്ണപ്രസാദിന് അതിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. മണിയാശന് അതിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. മണിയാശൻ പറഞ്ഞെന്താണ്, 3 പേരെ, ഒരാളെ വെടിവെച്ച് കൊന്നു, ഒരാളെ വെട്ടിക്കൊന്നു, ഒരാളെ കുത്തിക്കൊന്നു. ആ മണിയാശാനാണ് ഇന്നിപ്പോൾ കേരളത്തിലെ ഒരു മന്ത്രിയായിട്ട് മാറിയിരിക്കുന്നത്. TP ചന്ദ്രശേഖരൻ്റെ വധം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ്, പിറ്റേ ദിവസം തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞത് കുലം കുത്തി എന്നും കുലം കുത്തി തന്നെ. അപ്പോൾ അന്നത്തെ ആ കൊലപാതകത്തെ ന്യായീകരിച്ച, അതേപോലെ തന്നെ തലശ്ശേരിയിൽ പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കും എന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ്റെ അനുയായിയല്ലേ മിസ്റ്റർ കൃഷ്ണപ്രസാദ്. അപ്പോൾ അവർക്കതേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇതല്ല രാഷ്ട്രീയം. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം, അതാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഏറ്റവും മൂലക്കല്ലായിട്ടുള്ളത്. വിസമ്മതിക്കാനുള്ള ഒരു അവകാശം. അതിനെ, അങ്ങനെയുള്ളവരെ ഇതേമാതിരി തണ്ടർ ബോൾട്ടിനെ ഉപയോഗിച്ച്, കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ച് വെടിവെച്ച് കൊന്ന്, പിന്നിൽ കൂടി വെടിവെച്ച് കൊന്ന് അവരെ മുഴുവൻ ഇല്ലാതെയാക്കാൻ ഉള്ള ഒരു ശ്രമമാണ് കൃഷ്ണപ്രസാദ് കൂട്ടർ നടത്തുന്നതെങ്കിൽ, അതേപോലെ തന്നെ കൃഷ്ണപ്രസാദിൻ്റെ നേതാക്കന്മാരായിട്ടുള്ളവർ നടത്തുന്നതെങ്കിൽ അവരോട് എനിക്ക് ഖേദം മാത്രമേ പ്രകടിപ്പിക്കാൻ പറ്റൂ. അതല്ല ജനാധിപത്യ രീതി. ജനാധിപത്യ രീതി ഇതേമാതിരിയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. ആ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരെയും കൂടി യോജിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ കൃഷ്ണപ്രസാദ് പറഞ്ഞതുപോലെ തൊഴിലാളി ഐക്യത്തെ, തൊഴിലാളികളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് ഇവിടുത്തെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കെതിരെയും ജന്മിത്വത്തിനെതിരെയും ബൂർഷാസികൾക്കെതിരായിട്ടുള്ള സമരം സംഘടിപ്പിക്കണം. അതിന് ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധിക്കുമോ? ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറിയത് എങ്ങനെയാണ്? VM സുധീരൻ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് മാത്രമാണ് CPM-ന് അധികാരത്തിൽ കയറാൻ സാധിച്ചത്. അതായത് KC ജോസഫ്, അതേപോലെ K ബാബു, അടൂർ പ്രകാശ്, ഇവരെ 3 പേരെയും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുത് എന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വോട്ടർമാർ മാറി ചിന്തിക്കുകയും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുകയും എതിർക്കുന്നവരെ ഇവിടെ താങ്കളുടെ നേതാവ് കാനം രാജേന്ദ്രൻ പറയാവുന്നതിന്റെ പരമാവധിയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഒരു വ്യാജ ഏറ്റുമുട്ടലിന്റെ സ്വഭാവമുണ്ട്. ഇത് കേന്ദ്ര ഫണ്ട് തട്ടിയെടുക്കാൻ വേണ്ടി IPS ലോബി നടത്തിയിട്ടുള്ളതാണ്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ട ആവശ്യമുണ്ട്. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയും സ്വന്തം
നാട്ടിലെ ജനങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള ലൈസൻസ് ആർക്കാണുള്ളത് എന്ന് തുടങ്ങി വേട്ടയുടെ മറവിൽ നടന്നത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് ധ്വനിപ്പിക്കുന്ന ജനയുഗത്തിലെ എഡിറ്റോറിയൽ വരെ പുറത്തു വന്നു. പക്ഷേ ഈ പാർട്ടിയിലെ പ്രധാന ഘടകകക്ഷിയായ CPI ഇത്ര വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തിയിട്ടും ഇത്ര വലിയ രീതിയിൽ സംശയങ്ങൾ ഉന്നയിച്ചിട്ടും ഇത്ര കടുത്ത ഭാഷയിൽ സംസാരിച്ചിട്ടും ഒരു പ്രതികരണവും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ ശ്രീ A. വാസു പറഞ്ഞതുപോലെ നിങ്ങൾ ആർജവത്വം കാണിക്കേണ്ടത് ഇങ്ങനെ അവരോടൊപ്പം നിന്നുകൊണ്ട് വെറുതെ അവർക്കെതിരെ ശബ്ദിച്ചുകൊണ്ട് മാത്രമാകണോ? അല്ല, ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഞങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ, പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ അത് സമൂഹം വില കൽപ്പിക്കുന്നുണ്ട്. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത് സംബന്ധിച്ച് ഗവൺമെൻറ് യോഗം വിളിക്കണം. ഞങ്ങളുടെ പാർട്ടിയാണ് പരസ്യമായിട്ട് ആവശ്യപ്പെട്ടത്. യോഗം വിളിച്ചില്ലേ? പിന്നീട് യോഗം വിളിച്ചല്ലോ. നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്, പൊതുസമൂഹം അംഗീകരിക്കാറുണ്ട്, പിന്നീട് അത് ഗവൺമെൻറ്റുകളും അംഗീകരിക്കാറുണ്ട്. ഞാനീ പറയുന്ന ആളുകളൊക്കെ പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം ഉണ്ടായ ആദ്യത്തെ ഘട്ടത്തിൽ നേരം വെളുത്ത് അദ്ദേഹം ആലപ്പുഴയിലാണ് ജോൺ കൗൺസിലിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത്. വളരെ ഉറച്ച നിലപാടാണ് പറഞ്ഞത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടാണ് നിലപാടുകൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ അതിനാരെയും ഭയക്കേണ്ട കാര്യമില്ല. ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ സ്വീകരിക്കുന്ന അതേ അഭിപ്രായങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കണമെന്ന് ഷഡിക്കുന്നുമില്ല. കോൺഗ്രസ് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു, അതിൻ്റെ പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ സമൂഹം തള്ളിക്കളയും എന്നുള്ളതല്ല, സമൂഹം അംഗീകരിക്കുന്നുണ്ട്, ഗവൺമെൻറ് അംഗീകരിക്കേണ്ടി വരും. അത് ആ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളുടെ ഉറച്ച നിലപാടാണ് ആ കാര്യം. റൈറ്റ്. വളരെയധികം നന്ദി ശ്രീ TJ ആഞ്ചലോ, ശ്രീ P. കൃഷ്ണപ്രസാദ്, ശ്രീ A. വാസു, അഡ്വക്കേറ്റ് PA പൗരൻ ഈ ചർച്ചയിൽ നിങ്ങളെത്തിയത്. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും mediaontv.in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി വിനോദ പരിപാടി MAT മൂസ കാണും. ഗുഡ് ബൈ.